ഹലോ കൂട്ടുകാരെ, പെറ്റൽസ് എന്ന നമ്മുടെ കൊച്ചു ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു നൈറ്റ് റൈഡിൻ്റെ വീഡിയോ കേട്ടോ. ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം രാത്രി 9 മണിക്കാണ് ഫംഗ്ഷൻ വെച്ചിരുന്നത്. അപ്പം അവിടെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പം ഒരു 10:30 ആയി കേട്ടോ. 10:30 ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ നാടിൻ്റെ പകലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ നാടിൻ്റെ കുറച്ച് രാത്രി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. പകല് നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഇവിടെയൊക്കെ മൊത്തവും തിരക്കാണ്. ഇവിടെയൊക്കെ മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് നമ്മൾ ഈ നെട്ടയം വട്ടിയൂർക്കാവ് ഭാഗത്തോട്ടൊക്കെ എത്തുന്നത്. ഇപ്പം നോക്കിയേ, എന്ത് ശാന്തമായ റോഡ്, അധികം ട്രാഫിക്കോ ഒന്നുമില്ല. നല്ല നല്ല സ്മൂത്തായിട്ട് നൈറ്റ് റൈഡിന് പറ്റിയ റോഡാട്ടോ. കുറേ കടകളൊക്കെ അടച്ചിട്ടുണ്ട്, എന്നാലും കുറച്ച് കടകളൊക്കെ ഓപ്പൺ ആണ്. കൂടുതൽ ഈ ഹോട്ടൽസൊക്കെ ഈ സമയത്ത് ഓപ്പൺ ആട്ടോ. കാരണം ഇവിടെയൊക്കെ നൈറ്റ് ഫുഡ് കഴിക്കാനായിട്ട് ഒത്തിരി പേര് ഇറങ്ങാറുണ്ട്. തട്ടുകടയിലായാലും ഹോട്ടൽസിലായാലും ഒക്കെ ഇവിടുത്തെ ഹോട്ടലൊക്കെ ഓപ്പൺ ആണ്. നൈറ്റ് ഫുഡ് കഴിക്കാനായിട്ട് ഒത്തിരി പേര് രാത്രി ഇറങ്ങി നടക്കാറുണ്ട്. ഇവിടെയൊക്കെ ഹോസ്റ്റൽസ് ഉണ്ട് കേട്ടോ. അപ്പം ഈ ഹോസ്റ്റൽസിൽ ഒക്കെ താമസിക്കുന്ന കുറേ പിള്ളേരുണ്ട്. അപ്പം അവരൊക്കെ റോഡിൽ മിക്കവാറും കാണാറുണ്ട് ഈ രാത്രി ടൈമിനൊക്കെ. ഞങ്ങൾക്ക് ഇതുവഴി അല്ലാതെ വേറെ വഴി കൂടിയും വീട്ടിൽ പോവാം. അപ്പം ഞങ്ങൾക്ക് എന്നും അമ്മ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടാബ്ലറ്റ് തീർന്നു. അപ്പം അതൊന്ന് വാങ്ങിക്കണം. ഇപ്പം നാളെ രാവിലത്തേക്ക് കഴിക്കാനായിട്ട് ഗുളിക ഇല്ല. അങ്ങനെ ഇപ്പോൾ വേണ്ട നമ്മൾ മെഡിക്കൽ സ്റ്റോറും തപ്പിക്കൊണ്ട് നടക്കുവാണ്. പക്ഷെ മെഡിക്കൽ സ്റ്റോറൊക്കെ ഈ സമയം ആയപ്പോഴത്തേക്ക് ക്ലോസ് ആയി കേട്ടോ. ഞങ്ങൾ കുറേ അലഞ്ഞു. അങ്ങനെ ഈ ഭാഗത്തോട്ടുള്ള മെഡിക്കൽ സ്റ്റോറൊന്നും ഓപ്പൺ അല്ലായിരുന്നു. സാധാരണ നെട്ടയത്തൊരു മെഡിക്കൽ സ്റ്റോറുണ്ട്, അത് രാത്രിയിലൊക്കെ തുറക്കുന്നതായിരുന്നു. പക്ഷെ അത് ഇല്ലാത്ത കാരണമാണ് ഞങ്ങൾക്ക് ഇത്രയും ചുറ്റി പോകേണ്ടി വന്നത്. എന്നാൽ ഈ നൈറ്റൊക്കെ യാത്ര ചെയ്യുന്നത് വളരെ നല്ലൊരു ഫീലാണല്ലേ. അധികം ട്രാഫിക്കൊന്നും ഇല്ലാതെ വളരെ കൂളായിട്ട് ചെറിയ സൗണ്ടിൽ പാട്ടൊക്കെ ഇട്ട് നല്ല നല്ല രസമാണ് കേട്ടോ പോവാനായിട്ട്. ഇന്നലെയൊക്കെ ഈ സമയത്ത് മഴയുണ്ടായിരുന്നു രാത്രി. പക്ഷെ ഇന്ന് മഴയില്ലാത്ത കാരണം നല്ല കൂളായിട്ട് നല്ല നല്ല സ്മൂത്തായിട്ട് പോയിട്ട് വരാം. ഇവിടെയൊക്കെ ഹോട്ടലാണ് കേട്ടോ. ഈ ലൈറ്റ് കാണുന്നതൊക്കെ ഹോട്ടൽസാണേ. അതെല്ലാം ഓപ്പൺ ആണ്. പിന്നെ ഈ രാത്രി യാത്രയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ എതിരെ വരുന്ന വണ്ടി ബ്രൈറ്റ് അടിച്ച് വെക്കുന്ന അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാട്ടോ. കാരണം നമുക്കൊന്നും കാണാൻ പറ്റില്ല. അത് നമ്മൾ ലൈറ്റ് അടിച്ച് കാണിച്ചു കൊടുത്താൽ പോലും അവർക്ക് എതിരെ വരുന്നവർക്ക് മനസ്സിലാവത്തുമില്ല. മിക്ക വണ്ടിയും അതും അവർ വച്ചേക്കുന്ന LED ബൾബാണെങ്കിൽ പോലും അത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ബൾബാണ്. ചിലതൊക്കെ ഒരു വേറൊരു തരത്തിലുള്ള ഒരു യെല്ലോ ലൈറ്റൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ട്. അതൊക്കെ പോയി കഴിഞ്ഞാൽ സെക്കൻഡ്സ് നമുക്ക് പിന്നെ ഒന്നും കാണാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് കണ്ണാടിയൊക്കെ വെക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറെ കൂടെ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് രാത്രി യാത്രയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ. വട്ടിയൂർക്കാവ് എത്തി കേട്ടോ. ഇപ്പോൾ വട്ടിയൂർക്കാവ് ഒരു മെഡിക്കൽ സ്റ്റോറുണ്ട്. അപ്പോൾ അത് ഉണ്ടാവുമെന്നും പറഞ്ഞാണ് ഞങ്ങൾ അങ്ങ് വരെ പോയത്. പക്ഷേ ആ മെഡിക്കൽ സ്റ്റോറും ക്ലോസ്ഡ് ആയിരുന്നു. ഇനി ഞങ്ങൾക്ക് ഇപ്പുറത്തൂടെ ഒരു വഴിയുണ്ട്, പുടിയിറക്കോണം വഴി ഞങ്ങളുടെ വീട്ടിൽ പോവാം. അപ്പം ആ വഴി ഒന്ന് പോവാം. അവിടെയും കുറേ മെഡിക്കൽ സ്റ്റോഴ്സ് ഉണ്ട്. അങ്ങനെ ഇവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ ഓപ്പൺ ആണ്. അപ്പം കുറച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഒരു മെഡിക്കൽ സ്റ്റോർ ഓപ്പൺ ആയിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് നിർത്തി മെഡിസിൻസ് ഒക്കെ വാങ്ങിയിട്ട് ഇനി നമുക്ക് ബാക്കി യാത്ര തുടരാം. അപ്പം അങ്ങനെ ഞങ്ങൾ മെഡിസിനൊക്കെ മേടിച്ചു വീണ്ടും യാത്ര പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെയൊക്കെ പച്ചക്കറി തട്ടും ഫിഷിൻ്റെ തട്ട് അതൊക്കെ ഓപ്പൺ ആണ് ഈ രാത്രി. ഈ ഭാഗത്തോട്ടൊക്കെ വട്ടിയൂർക്കാവ് ആ ഭാഗത്തോട്ടൊക്കെ കുറേ കടകളൊക്കെ ഓപ്പൺ ആയിരുന്നു.
ഇനി അങ്ങോട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. കുറേ ശൂന്യതയായിട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ രാത്രി നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്നെ പോലെയുള്ള ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയാലോ. പിന്നെ നൈറ്റ് യാത്രയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ ചിലവരാണെങ്കിൽ ഭയങ്കര ഓവർ സ്പീഡിലൊക്കെ വരുന്ന കുറേ പേരുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ബൈക്കിൽ വരുന്ന പിള്ളേര്, അധികം പ്രായമൊന്നും ഇല്ലാത്ത പിള്ളേരോ, പക്ഷെ അവർ പോകുന്ന കണ്ടാൽ നമുക്കങ്ങ് ഭയങ്കരമായിട്ട് പേടിയാവും. പ്രത്യേകിച്ച് നമ്മുടെ ഈ റോഡൊക്കെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ കുണ്ടും കുഴിയും, പെട്ടെന്ന് ഇപ്രാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നല്ലോ. മഴയത്ത് കുറേ റോഡിനൊക്കെ കേടുപാടുകളൊക്കെ പറ്റിയിട്ടുണ്ട്. ഈ പിള്ളേരിങ്ങനെ പോകുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്. കാരണം എനിക്ക് അനിയന്മാരുണ്ട്, എനിക്കൊരു മോനാണ്. അപ്പോൾ അതൊക്കെ ഓർത്തിട്ടാണ് നമുക്ക് ഏറ്റവും വലിയ ടെൻഷൻ. ഇവരൊക്കെ വലുതായി വരുമ്പോഴത്തേക്കേ എങ്ങനെയൊക്കെയാ പോകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ പിള്ളേർക്ക് വണ്ടിയൊന്നും കൊടുക്കാതിരിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു കാലഘട്ടമാണ്. ഇപ്പം നമ്മളൊക്കെ വളർന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരൻസൊക്കെ നമ്മളെ അടിക്കുമായിരുന്നു, പാരൻസിനെ നമുക്ക് പേടിയായിരുന്നു. അതുപോലെ തന്നെ ടീച്ചേഴ്സിനെയൊക്കെ നമുക്ക് നല്ല പേടിയായിരുന്നു. കാരണം നമ്മളെ 90s കിഡ്സൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കും. നമ്മളെ ടീച്ചേഴ്സൊക്കെ ഒത്തിരി അടിയൊക്കെ തന്നിട്ടാണ് നമ്മളിവിടം വരെ എത്തിയത്. പ്രത്യേകിച്ച് ഗേൾസ് ആണെങ്കിൽ മാക്സിമം അടി കൊള്ളാതിരിക്കാൻ വേണ്ടി നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പേടിയില്ല. അവർക്കൊരു സെക്കൻഡ് ഹോം പോലെയാണ്. വടിയെടുക്കാൻ പറ്റില്ല, അഥവാ ഏതെങ്കിലും കുഞ്ഞുങ്ങളെ അടിച്ചാൽ തന്നെ അതൊക്കെ ഒരു ഭയങ്കര വാർത്തയാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ടീച്ചേഴ്സ് ആയാലും അവരും സ്വന്തം ജോലി നോക്കിയല്ലേ ജീവിക്കത്തുള്ളൂ. അവർക്കൊരു ഫാമിലി ഉണ്ട്, അവരെന്തിനാണ് ആവശ്യമില്ലാത്ത വള്ളികളൊക്കെ പിടിക്കുന്നത് അല്ലേ. പക്ഷെ ആ ഒരു തലമുറ ഒരു വല്ലാത്ത രീതിയിലായി പോകുന്നതെന്നുള്ളതൊരു സത്യമായ കാര്യം തന്നെയാണ്. ഞാൻ കുറച്ച് ഫിലോസഫിക്കലായിപ്പോയി, സോറി. അപ്പം നമ്മുടെ നാട് കണ്ടോ, ഇവിടെയൊന്നും അങ്ങനെ ആളൊന്നുമില്ല കേട്ടോ. പക്ഷെ പകൽ ഈ സമയത്തൊക്കെ ഇതുവഴി പോകുമ്പോൾ എൻ്റെ ദൈവമേ, ഇതുവഴി ഒന്നും പോകാനേ നമുക്ക് പറ്റത്തില്ല. പ്രത്യേകിച്ച് നമുക്ക് സ്കൂൾ ടൈം, ഓഫീസ് ടൈം, പീക്ക് ടൈം ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇവിടെയൊക്കെ ഒന്ന് കടന്നു കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം റോഡ് ചെറുതാട്ടോ, അപ്പം ഓവർടേക്കിംഗ് ഒന്നും പറ്റത്തില്ല. ബസ് പോകുന്ന റൂട്ടും കൂടെ. അപ്പം ഒരു ബസ് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും, നമ്മളൊരു ബസ്സിൻ്റെ ബാക്കിലാണെങ്കിൽ നമ്മൾ ആ ബസ് പോയാൽ മാത്രമേ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റത്തില്ല. റോഡ് അത്രയും ചെറുതാണ്. ഇടയ്ക്കൊക്കെ മാത്രമാണ് കുറച്ചെങ്കിലും വീതിയുള്ളത്. ആ സമയത്ത് എതിരെ വണ്ടിയും വരുമായിരിക്കും. ഇപ്പം ഇവിടെ അങ്ങനത്തെ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ട്. കണ്ടോ, റോഡ് അത്ര വീതിയുള്ള റോഡല്ല നമ്മുടെ. പിന്നെ പലയിടത്തും പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ കട്ട് ചെയ്തായിരുന്നേ. നമ്മൾ ചെക്ക് ചെയ്തില്ല, പോലീസൊക്കെ ഒത്തിരി ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇവിടെ ഒരു പാലം, ആറാണ് അടി കൂടെ പോകുന്നത്. അപ്പം അവിടെയാണ് സാധാരണ പോലീസ് പെട്രോളിംഗ് ഒക്കെ ഉണ്ടാവാറ്. അവിടെയല്ല, ഇന്ന് കുറച്ചുകൂടെ മാറിയാണ്. അങ്ങനെ ഇപ്പം ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയിലൂടെ ഞങ്ങൾ തിരിഞ്ഞു. ഇവിടെയൊക്കെ റെസിഡൻസ് ഏരിയ ആയിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ മുമ്പ് മൊത്തവും ഈ റബ്ബർ വിളയും അങ്ങനെയൊക്കെ ആയിട്ട് കടന്നിരുന്ന സ്ഥലമാണ്. അപ്പം ഇങ്ങനെ വിറ്റാണ് ഓരോരുത്തർ വാങ്ങി ഇപ്പോൾ ഇതൊരു റെസിഡൻസ് ഏരിയ ആയിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുക. ഇവിടെ കുറേ വില്ലാസൊക്കെ ഉണ്ട്. ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പോകുന്നതിൻ്റെ റൈറ്റ് സൈഡ് നല്ല പൊക്കത്തിലാണ്. ഒരു മലയുടെ താഴ്വര പോലെ ഇച്ചിരി പൊക്കത്തിലുള്ളൊരു പ്ലേസാണ്. എന്നാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണെങ്കിൽ നല്ല താഴ്ചയാണ്. ഇപ്പം നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ കാണാം ഈ വീടിൻ്റെയൊക്കെ ടെറസാണ് നമ്മുടെ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം. ചെറിയ സ്ഥലത്തൊക്കെ ആണെങ്കിൽ അത് കുറച്ച് പൊക്കമുണ്ട്. എന്നാലും കൂടുതൽ ഈ ഭാഗത്തൊക്കെ ഫുൾ കുഴിയാണ്. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന മൊത്തം കുഴിയാണ്. അതുകൊണ്ടാണ് അവിടെ വീടുകളൊന്നും അധികം ഇല്ലാത്തത്. പക്ഷെ അത് താഴെ കൂടെ റോഡ് പോയിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ഉള്ളൂ.
അങ്ങനെ കുറച്ച് വീടുകളുണ്ട്. എന്നാലും ഈ റോഡ് സൈഡിലൊക്കെ വീട് ഭയങ്കര കുറവാണ്. ഇതേക്കണ്ട് താഴോട്ട് റോഡുണ്ട്, ആ താഴോട്ടുള്ള റോഡിന്റെ 2 സൈഡും വീടുണ്ട്. അതുകൊണ്ട് ഇതുവഴിയൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ചൊരു പേടിയാണ് കേട്ടോ. ഭയങ്കര ആൾപ്പാർപ്പില്ലാത്തൊരു സ്ഥലത്തൂടെ പോകുന്നൊരു ഫീലാണ്. ലൈറ്റും കൂടി ഇല്ലെങ്കിൽ നമുക്ക് കുറേ കൂടെ പേടിയായിരിക്കും. മുമ്പ് സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ മാരേജ് കഴിഞ്ഞ സമയത്തൊക്കെ ഇതുവഴി പോകുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഒരു പേടിയായിരുന്നു. ഞാൻ കുറച്ചുകൂടെ സിറ്റിയിലാട്ടോ താമസിച്ചിരുന്നത്. അപ്പം ശരി, നമ്മുടെ വ്ലോഗ് തീരാറായി. ബൈ.